ഇരിക്കുന്ന ഇരിപ്പില ആത്മശക്തിയാ നിറയാൻ തയ്യാറാകുമോ? ആത്മശക്തിയാ നിറയാൻ തയ്യാറാകുമോ? ഇരിക്കുന്ന ഇരിപ്പില ആത്മശക്തിയാ നിറയാൻ തയ്യാറാകുമോ? ഓ, ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ഓ, ചില ദൈവിക വിടുതലുകൾ, ഓ, ചില ദൈവിക വാഗ്ദത്തങ്ങൾ, ഓ, ദൈവിക മറുപടികൾ, ദൈവിക നന്മകൾ, ദൈവിക സ്വസ്ഥതകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, ഓ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഓ, ചില ദൈവിക വിടുതലുകൾ, ഓ, ചില ദൈവിക വാഗ്ദത്തങ്ങൾ, ഓ, ചില ദൈവിക മറുപടികൾ, ഓ, ചില ദൈവിക നന്മകൾ, ഓ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളായിരിക്കുന്ന മേഖലയ്ക്കകത്തലത്തിൽ, നമ്മളായിരിക്കുന്ന മണ്ഡലത്തിലോ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായ ഏതിരുട്ടിന്റെ മേഖലകളെയോ ഏതിരുട്ടിന്റെ വൈശാശ്യ മണ്ഡലങ്ങളെയും തകർക്കുവാൻ കഴിവുള്ളതാ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന തിരിച്ചറിഞ്ഞ നിങ്ങൾ പോരാടുവാൻ തയ്യാറായ ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി ഇറങ്ങി വരൂ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ആത്മശക്തിയോടെ നിറയട്ടെ. ഇരിക്കുന്ന ഇരിപ്പില് ആത്മശക്തിയാൽ നിറയാൻ തയ്യാറായ ചില വാഗ്ദത്തങ്ങൾ, ഓ, ചില മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇരിപ്പില് ഓ, ശക്തിയെ പുതുക്കട്ടെ, ആത്മശക്തിയെ പുതുക്കട്ടെ. ഓ, ചില കോട്ടകൾ തകരട്ടെ. ഓ, ചില വെല്ലുവിളികൾ തകരട്ടെ. ഓ, ചില അന്ധകാരങ്ങൾ വഴിമാറിപ്പോകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ഓ, ചില വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ പറ്റുമോ? അസാധ്യമായ മേഖലകൾ, മറിയയ്ക്ക് ഇതുവരെ അറിയാത്ത മേഖല, ഓ, മറിയയ്ക്ക് ഇതുവരെയും കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ അസാധ്യമായെന്ന് പറഞ്ഞ മേഖലയ്ക്കകത്തളത്തിൽ ഹല്ലേലൂയ ശക്തി വ്യാപരിച്ചപ്പോ ഇതുവരെ അസാധ്യമായത് ഹല്ലേലൂയ അത്ഭുതമായി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കുടുംബമായുള്ള വിഷയത്തിലാണോ, തലമുറയുമായുള്ള വിഷയത്തിലാണോ അസാധ്യമായ മേഖലയുണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുക ആ കഴിവുള്ള ദൈവം ഇന്ന് പകൽക്കാലവും ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമോ? ആ ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. പ്രതിസന്ധിയിൽ ഹല്ലേലൂയ ആലോചന തരുന്ന ദൈവമാ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാ നീയും പ്രതിസന്ധിയിൽ ആലോചന തരും. ഹല്ലേലൂയ. നമുക്കറിയാം ന്യായാധിപന്മാർ പുസ്തകം 4-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ വളരെ ഇസ്രായേൽ ജനം പാവം ചെയ്ത് ദൈവ വഴി വിട്ട് കടന്നുപോയപ്പോ ഹല്ലേലൂയ സ്തോത്ര ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ശത്രുവിന് അടിമയായി തീർന്നു, അടിമകളായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവിടെ സേനാധിപതിയായിരുന്ന ഹല്ലേലൂയ സീസറയായിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം പാവം ചെയ്തപ്പോ ദൈവ വഴി വിട്ടപ്പോ ശത്രു എന്ത് ചെയ്തു? അവരെ അടിമപ്പെടുത്തി. ഹല്ലേലൂയ. എന്ന ഇസ്രായേൽ ജനം 20 വർഷം ഹല്ലേലൂയ വളരെ കഠിനമായി ഞെരുക്കി കളഞ്ഞു. ഇസ്രായേൽ ജനമാന്നോർത്തോണ്. എന്നാൽ 20 വർഷം അവരെ കഠിനമായി ഞെരുക്കി കളഞ്ഞ സീസറയുണ്ടല്ലോ. ഹല്ലേലൂയ. 20 വർഷമായി ഞെരുക്കുന്ന നാളുകളായി ഞെരുക്കിയ വിഷയമുണ്ടല്ലോ. എന്നാൽ ഹല്ലേലൂയ എന്നാൽ ലെപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോരയുണ്ടായിരുന്നു. അവൾ ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു കൊടുക്കുന്നു. വർഷങ്ങളായി നീണ്ട നാളുകളായി അവരെ ഞെരുക്കിക്കളഞ്ഞ ചില ശത്രു എന്ത് ചെയ്തു? അവരോട് പോരാടിയ സ്ഥാനത്ത് അല്ലല്ലോ വാഗ്ദത്തം എന്ത് ചെയ്തു? ഓ, ഒരു ദെബോരയെ ദൈവം എഴുന്നേൽപ്പിക്കുക, വാഗ്ദത്തം പറഞ്ഞു കൊടുക്കുവാൻ, അരുളപ്പാട് കൊടുക്കുക. ദൈവം ഒരു ദെബോരയെ എഴുന്നേൽപ്പിച്ചപ്പോൾ അല്ലല്ലോ ഇങ്ങനെ പറയുന്നു. 14-ാമത്തെ വാക്യം, അപ്പോൾ ദെബോര ബാരാക്കിനോട് പുറപ്പെട്ട് ചെല്ലുക, യഹോവ ഇന്ന് സീസരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? ദൈവമക്കളെ, ആത്മസാന്നിധ്യം പ്രാപിച്ചെടുത്ത ദൈവവൈതലേ, അഭിഷേകം പ്രാപിച്ചെടുത്ത ദൈവവൈതലേ, ശക്തി പ്രാപിച്ചെടുത്ത ദൈവവൈതലേ, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിലാ നീ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയാണോ? മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കുകയാണോ? മറ്റുള്ളവരെ ഹല്ലേലൂയ അവിശ്വാസം പറഞ്ഞു കൊടുക്കുകയാണോ? അല്ലല്ല. ആത്മധൈര്യം പ്രാപിച്ചെടുത്ത ദൈവവൈതലേ, വിശ്വാസമുള്ള ദൈവവൈതലേ, ധൈര്യപ്പെട്ട് അല്ലല്ല നീ മറ്റുള്ളവരെ ബലപ്പെടുത്തണ. അല്ലല്ലോ 20 വർഷമായി ഞെരുക്കിക്കളഞ്ഞ, തകർത്ത് കളഞ്ഞ, അവരെ കഠിനവേല ചെയ്യിപ്പിച്ച ശത്രുവിനെ കണ്ട് അവർ ഭയപ്പെട്ടിരിക്കുമ്പോ ഹല്ലേലൂയ വാഗ്ദത്തം പറഞ്ഞു കൊടുക്കുവാൻ, അരുളപ്പാട് കൊടുക്കുവാൻ ദൈവം ഒരു ദെബോരയെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വ്യക്തികളെ, വ്യക്തി ജീവിതങ്ങളെ, ആത്മാവിൽ നിങ്ങളോടൊരു കാര്യം പറയാ. ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ക്ഷീണിച്ചിരിക്കുന്ന മേഖലകളിൽ, തകർന്നെന്ന് പറഞ്ഞ മേഖലകളിൽ, ഓ ഇല്ലാതായി എന്ന് പറഞ്ഞ മേഖലകളിൽ ദൈവം നിനക്ക് ധൈര്യം തന്ന്, നിനക്ക് ആലോചന തരുന്ന, മറ്റുള്ളവരെ ബലപ്പെടുത്തുക, മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുക, മറ്റുള്ളവരെ ആത്മനിറവിനെ നിറയ്ക്കുക. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്ന ദൈവാത്മാവിൽ ആലോചന തരുന്നു.
ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമോ തന്നെ അഭിഷേക അടക പ്രതികൂലത്തിൽ ഉപയോഗിക്കാനാ തന്നെ ആത്മനദി റഖന തന്ന ശക്തി ഉടര ബലബലവസ്യ പ്രതികൂലത്തിൽ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ നീ പ്രാപിച്ചെടുക്കണം. ആലോചന നീ പ്രാപിച്ചെടുക്കണം. സീസറെ കണ്ട, അവന്റെ 900 ഇരുമ്പ് രഥത്തെ കണ്ട, മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ ബാരാക്കിന് അല്ലെങ്കിൽ ഒരു ദെബോരെ ആലോചന പറഞ്ഞു കൊടുക്കുന്നു. എന്തുകൊണ്ട് അവൾ ആലോചന പറഞ്ഞെടുത്തത്? അവളിൽ വ്യാപരിച്ച ശക്തി, അവളിൽ വ്യാപരിച്ച ദൈവകൃപ എന്ത് ചെയ്തു എന്നറിയാവോ? മറ്റുള്ളവരെ ബലപ്പെടുത്തുക, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുക, മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുക, പ്രതികൂലത്തിൽ വഴികാട്ടിയ. യെസ്, വഴി കാണാതിരിക്കുന്ന വ്യക്തികളുണ്ട്, വഴിയില്ലാതിരിക്കുന്ന വ്യക്തികളുണ്ട്, വഴി അടഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ട്, ശത്രുവിനെ ഞെരുക്കിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിൽ ദൂത് പറയുക, നീ അത് കണ്ട, നീ ക്ഷീണിക്കാനല്ല, നീ എന്ത് ചെയ്യണം? ഉയരത്തിന് ശക്തി പ്രാപിച്ചെടുത്തിട്ട് നീ ആലോചന പ്രാപിച്ച് നീ മറ്റുള്ളവരെ ബലപ്പെടുത്തണം. വിശ്വാസത്തോടെ പറ, ഞാൻ മറ്റുള്ളവരെ ബലപ്പെടുത്തോ. എനിക്ക് കിട്ടിയ അഭിഷേക എൻ്റെ ഉള്ളറയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കാനല്ല, എൻ്റെ കുടുംബത്തിനകത്ത് ഒതുങ്ങിയിരിക്കാനല്ല, എൻ്റെ ഭവനത്തിനകത്ത് ഒതുങ്ങിയിരിക്കാനല്ല. അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുക. പ്രതികൂലത്തിന്റെ നടുവിൽ ആലോചന പറഞ്ഞു കൊടുക്കുക. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസമുണ്ടോ? പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ആലോചന പറഞ്ഞു കൊടുക്കുക. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നെന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസം ഉള്ളവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ദൈവശക്തി വ്യാപരിക്കുന്നു, ആ ദൈവശക്തി വ്യാപരിക്കുന്നു. വിശ്വാസമുള്ളവരുടെ മേൽ, ഇന്ന് പകൽക്കാലം കൂടിയിരിക്കുന്നവരുടെ മേൽ, ഈ വചനം കേൾക്കുന്നവരുടെ മേൽ അത് വിശ്വാസമായി പരിണമിക്കുന്നു. ആത്മശക്തി ഏറ്റെടുക്കട്ടെ, ആ ബലം ഏറ്റെടുക്കട്ടെ, ആ ധൈര്യം ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. ഞെരുക്കിക്കളയുന്നതിനെ കണ്ട് ഭയപ്പെടുന്ന വ്യക്തിയെ, നിരാശപ്പെടുന്ന വ്യക്തിയെ, തകർന്നിരിക്കുന്ന വ്യക്തിയെ, നീ തകരാനുള്ളവനല്ല, തകരാനുള്ളവളല്ല. അടുത്തതിലേക്ക് നിന്നെ കയറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. റീമന ഹത്തന റഗൽ പ്രൗഢബല ഘടകസീർ അടുത്തതിലേക്ക് നിന്നെ കയറ്റാൻ ദൈവം ആഗ്രഹിക്കുമോ? ഇന്ന് പകൽക്കാലം നീ ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഒരു പാത്രമാക്കി തീർക്കണമേ, എന്നെ ഒരു പാത്രമാക്കി കർത്താവേ എന്നെ തീർക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നെ നിർത്തിയ ദൈവം നീ പ്രാപിച്ചെടുത്ത ദൈവശക്തിയാൽ അത് മറ്റുള്ളവർക്ക് ബലമായി തീരണം. പ്രതിസന്ധി നീ ആലോചന പറഞ്ഞു കൊടുക്കണം. ഒരു ദെബോരയെ പോലെ ഭയപ്പെട്ടിരിക്കുന്നവർക്ക്, വഴി കാണാതിരിക്കുന്നവർക്ക്, റൂട്ട് തെളിയാതിരിക്കുന്നവർക്ക്, ഇരുട്ട് മൂടി കിടക്കുന്ന മേഖലകളിൽ നീ ഒരു വെളിച്ചമായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു വെളിച്ചമായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ ഏൽപ്പിക്കുന്നു. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ, ഞാൻ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞാൻ ഏൽപ്പിക്കുന്നു. എന്നെ അതിനായി ഒരുക്കണമേ. ദീപ വെളിച്ചമായി വഴികാട്ടിയാൽ എന്നെ ഒരുക്കണമേ. എൻ്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറണം. അത് മാത്രമല്ല, അല്ലെങ്കിൽ എന്നിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാ അത് മറ്റുള്ളവർക്ക് ബലമായി, മറ്റുള്ളവർക്ക് ധൈര്യമായി, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതാക്കി തീർക്കുക. സ്വർഗമേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച നിങ്ങളുടെ ഏത് മേഖലകളെയും മാറ്റിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് ധൈര്യം പറഞ്ഞു കൊടുക്കുക, ബലം പറഞ്ഞു കൊടുക്കുക, ശക്തി പറഞ്ഞു കൊടുക്കുക. ദൈവജനത്തെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. അതിനായി ദിവസങ്ങളിൽ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവശബ്ദം കേൾക്കട്ടെ. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ആ ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാകുമോ? ആത്മശക്തിയെ ഇന്ന് പകൽക്കാലം പുതുക്കാൻ തയ്യാറാകുമോ? ശക്തി എവിടെയൊക്കെയോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, ആ ദൈവശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്കൊന്ന് വ്യാപരിക്കണം. ആ ദൈവശക്തി എനിക്കൊന്ന് ആവശ്യമുണ്ട് കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ദൈവജനമേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലേക്ക് ആ ശക്തി വ്യാപരിക്കോ. ഈ ദൈവശക്തിക്ക് മാത്രമേ
മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ശൂന്യതയുടെ മേൽ പണിയണമോ? നിന്റെ കുടുംബം ശൂന്യമാണോ? ഭവനം ശൂന്യമാണോ? കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ നന്മ പ്രാപിക്കാൻ കഴിയുന്നില്ലയോ? എല്ലാം ശൂന്യമാണോ? അതിൻ്റെ അകത്ത് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് കർത്താവേ, അത് എൻ്റെ മേലൊന്ന് പുതുക്കണമേ, എനിക്കതൊന്ന് തരണമേ. എങ്ങനെ കഴുകൻ എന്ത് ചെയ്തു? ചിറകടിച്ചു പറന്നുയരും. എവിടേക്കാ? ഉയരത്തിലേക്ക് പറന്നുയരും അല്ലേ? ഇന്ന് പകൽക്കാല ആ കഴുകൻ ചിറകടിച്ചു പറന്നുയരുന്നത് പോലെ ആത്മാവിൽ നീ പറന്നുയരുവാ. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാമോ? എന്നിലേക്ക് ആ ദൈവ സാന്നിധ്യം, ആ ദൈവശക്തി എന്നിലേക്കൊന്ന് വ്യാപരിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞോ നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ ഏത് ഇരുട്ടുകളെ, ഏത് അന്ധകാരങ്ങളെ, ഏത് വഴി കാണാത്ത മേഖലകളെ വഴി കാണിച്ച് വാക്തത്വമായി വെളിപ്പെടുത്തി തരാൻ കഴിവുള്ള ദൈവം ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമോ? ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ സാന്നിധ്യ ശക്തി ഒന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കും. രണ്ട് ഹല്ലേലൂയ പ്രതിസന്ധിയിൽ ആലോചന പറഞ്ഞു തരുന്ന ദൈവം, ആലോചന പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. നിന്റെ ഏത് അസാധ്യങ്ങളെ സാധ്യമാക്കും ഈ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. രണ്ട് പ്രതിസന്ധിയിൽ ആലോചന തരുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം കർത്താവേ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുക. ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണം. കർത്താവ് ലൈവിലായിരിക്കുന്നതിന്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണം. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണം. ശക്തിയാൽ നിറയുവാൻ ദൈവം ഇടയാക്കാൻ പോകുന്നതിനായ സ്തോത്രം. ഇത്രത്തോളം സമയം കർത്താവേ കേൾക്കുവാനും കേൾപ്പിക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കിയല്ലോ. അതിനായി നന്ദി പറയുന്നു. ദൈവം അങ്ങനെ തന്നെ ചെയ്യണം കർത്താവേ. അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായി സ്തോത്രം. തന്നെ ജനത്തിന് അതൊരു വിടുതലായി തീരണം. പ്രാർത്ഥനയാചനം കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സമയം അനുവദിച്ചെന്ന പ്രിയ കർത്താവിൻ്റെ ദാസിമാർക്ക്, വേഗം വരുന്നവനെ ലൈവിലായിരുന്ന ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. സ്തോത്രം. ആമേൻ.